അനന്തരൂപ എന്ന സംബോധന ഗുരുവായൂർ ചേർത്ത് പറയുന്നു. അവസാനിക്കുന്നതും പരമാനന്ദ സന്തോഷ ലക്ഷ്മി തന്നെ. അതുകൊണ്ട് ആനന്ദത്തിൽ ആവിർഭവിച്ച് ആനന്ദത്തിലൂടെ പുരോഗമിച്ച് ആനന്ദത്തിൽ അവസാനിക്കുന്ന ഒരേ ഒരു സ്തോത്രമേയുള്ളൂ. അതാണ് ശ്രീമന്നാരായണീയം. ഇത്രയും പറഞ്ഞ ശേഷം ഇന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന മേപ്പത്തൂരിനെ കണ്ടപ്പോഴാണ് ഒരു കാര്യം ഉറപ്പായി ഗുരുവായൂരപ്പന്. താനെങ്ങനെ കാത്ത് കൊതിച്ചിരുന്ന തന്റേത് ശ്രീമന്നാരായണീയം സ്വീകരിക്കുക എന്നത് ഇപ്പൊ സാധിക്കില്ലേ? കാര്യം എന്തുണ്ടായി? ഇന്ന് മേപ്പത്തൂർ കാണുന്നത് ശ്രീഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ മണിമുരളിക രാധാദേവരുടെ കയ്യിൽ കൊടുത്തു തന്നെയാണ്. ഒന്നുകൂടി തന്റെ അടുത്തേക്ക് അധികം അണഞ്ഞു നിന്ന ആ ദിവ്യകിശോരന്റെ കൈകളില് ഈ നാരായണീയ ഗ്രന്ഥം സമർപ്പിച്ച് മേപ്പത്തൂർ പ്രാർത്ഥിക്കണു. അജ്ഞാത്വാതേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചെയ്ത സഹസ്രോത്തരമധികതരം തത്പ്രസാദായ ഭൂയാൽ ദ്വേധാ നാരായണീയം ശ്രുതുഷജ ജനുഷാ സ്തുത്യതാ വർണ്ണനേന ഭീതം ലീലാവതാരയ്യ ഇദമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പന്റെ ആ പൊന്നു കൈകളില് ആ ഗ്രന്ഥം സമർപ്പിച്ച് മേപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു. അജ്ഞാത്വാതേ മഹത്വം. ഗുരുവായൂരപ്പ, അങ്ങേരെ ഒരു മഹത്വം അറിയാതെ ഇവൻ ഈയുള്ളവൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. അതിലുണ്ടായ എല്ലാ പാകപ്പിഴകളും അങ്ങ് ഹേ വിശ്വനാഥ ക്ഷമേധ, അങ്ങ് എല്ലാം ക്ഷമിച്ചാലും. വിശ്വനാഥ എന്ന പദപ്രയോഗം ഗുരുവായൂരപ്പന്റെ എല്ലാം ക്ഷമിക്കാനുള്ള ആധികാരികമായ ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. മാത്രല്ല അത് സ്വീകരിച്ച് ഗുരുവായൂരപ്പൻ ചോദിക്കുന്നു, ഇതെന്താ പട്ടേരി? സ്തോത്രം ചെയ്ത സഹസ്രോത്തരമധികതരം, 1000-ലധികം ശ്ലോകങ്ങളുള്ള ഒരു സ്തോത്രമാണ്. ഈ നിർമ്മാണം വഴി അങ്ങ് എന്താ ഉദ്ദേശിച്ചത്? ഒറ്റൊന്നേയുള്ളൂ, പ്രസാദായ ഭൂയാൽ, അങ്ങ് സന്തോഷിക്കണം. ഇത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഗുരുവായൂരപ്പൻ നിന്ന് തന്റെ ഗ്രന്ഥം തിരിച്ചും മറിച്ചും നോക്കുന്നത് മേപ്പത്തൂര് കണ്ണുന്നുണ്ട്. ചോദിക്കുന്നു, ഗുരുവായൂരപ്പൻ പട്ടേരി അങ്ങ് ഇതിന് പേരിട്ടില്ല എന്നുണ്ടോ? ഞാൻ അങ്ങൊരു പേരിട്ടാലോ? ഉറപ്പായി മേപ്പത്തൂരിന് ഗുരുവായൂരപ്പൻ നിന്ന് അനുഭവിക്കുന്ന അത്യത്ഭുതമായ ആനന്ദാണ് നാരായണീയം എന്നത്. ആ ശബ്ദത്തെ വ്യാഖ്യാനിക്കുന്നു. ദ്വേധാ നാരായണീയം, 2 നിലയ്ക്ക് നാരായണീയം. അങ്ങയുടെ പേര് നാരായണൻ, അങ്ങയെ സംബന്ധിച്ച് ഈയുള്ളവന്റെ പേരും നാരായണൻ എന്നാണ്. എങ്കിൽ രണ്ടാമത്തത് അതെന്താ? നാരങ്ങൾ എന്ന് വെച്ചാൽ ജീവാത്മാക്കൾ. അവർക്ക് അയനം ആശ്രയമായി ശോഭിക്കുന്നത് ശ്രീഗുരുവായൂരപ്പ അങ്ങയുടെ അവതാര ലീലകളാണ്. ആ നിലയ്ക്കും ഈ പേര് അന്വർത്ഥമാവുന്നുണ്ട്. ശ്രുതുഷുജ ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരയ്യ. അത് പറഞ്ഞ് ശ്രീഗുരുവായൂരപ്പന്റെ പൊന്നു തിരുമേനിയിൽ ആ പൊന്നുപാതകൾ നമസ്കരിക്കുന്നു മേപ്പത്തൂര്. ഇദമിഹ ഗുരുതാം, ഇത് ചെയ്തു തരേണമേ. ആ സന്ദർഭത്തിൽ തനിക്ക് സ്വീകരിക്കാനായ ശ്രീമന്നാരായണീയ ഗ്രന്ഥം, അത് തനിക്കുണ്ടാക്കിയ സന്തോഷം, അതിനെ മറന്നു നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കാണുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വാമഭാഗം അലങ്കരിച്ച് ശോഭിക്കുന്ന ചലിസ്വരൂപ നാഥാദേവി ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് നൽകിയ ആ മണിമുരളികയോടുകൂടി ആ നമസ്കരിച്ച മേപ്പത്തൂരിന്റെ ശിരസ് 2 കൈകളെ കൊണ്ട് സ്പർശിച്ച് അനുഗ്രഹിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യം. അത് പറഞ്ഞ് ചിൽസ്വരൂപന് നേരെ നിവർന്നു നിൽക്കുമ്പോഴാണ് ഗുരുവായൂരപ്പൻ വന്നത്. എങ്കിൽ രാധെ, ഞാൻ അനുഗ്രഹിക്കാൻ വിട്ടുപോയോ? അതുകൊണ്ട് ഗ്രന്ഥം ഒന്ന് പിടിക്കും. മേപ്പത്തൂര് എഴുന്നേൽക്കാൻ തൊട്ടു മുന്നേ തൊടുന്നതെല്ലാം പുതുപുത്തനാക്കുന്ന ഗുരുവായൂരപ്പന്റെ 2 കൈകളും അമർത്തി വെച്ച് ഒരു 2 തോന്ന അനുഗ്രഹം. ആയുരാരോഗ്യ സൗഖ്യം, ആയുരാരോഗ്യ സൗഖ്യം. തുറന്ന് എഴുന്നേൽക്കുന്ന മേപ്പത്തൂരാവട്ടെ ആരോഗ്യഘടകാത്രനാണ്. എന്നാൽ അടുത്ത നിമിഷം പറയും, ദ്വേധാ നാരായണീയം, ഇത് എന്റേതും അങ്ങേറേതും കൂടിയിട്ടാണ് എന്നല്ലേ പറഞ്ഞത് പട്ടേരി? അതുകൊണ്ട് ഇത് അങ്ങ് തന്നെ സ്വീകരിക്കൂ. ഇന്ന് ആ കാഴ്ച അത്യത്ഭുതമായിട്ടാണ് എപ്പോഴും തോന്നുന്നത്. താൻ ഇന്ന് ആദ്യം എന്താ കണ്ടത്? ഗുരുവായൂരപ്പൻ ഏത് കൈകളെ കൊണ്ടാണോ മണിമുരളിക സ്വീകരിച്ചത്,
അതേ കയ്യിലേക്കാണ് തന്റെ ഗ്രന്ഥം സ്വീകരിച്ചത്. തുടർന്ന് രാധാദേവിക്ക് ആ ഗ്രന്ഥം കൊടുക്കുന്നുണ്ട്. ഇന്നതാ രാധാകൃഷ്ണഭാവത്തെ ശോഭിക്കുന്ന ശ്രീഗുരുവായൂരപ്പനാണല്ലോ അതേ കൈകളെ കൊണ്ട് തനിക്ക് ഗ്രന്ഥം തിരിച്ചു തരുന്നത്.